ഇപ്പോൾ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഉള്ള ഒരു ധാരണ ഒരു ലോഗോ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേഷനറി, മറ്റ് സംഭവങ്ങളൊക്കെയാണ്. ശരിക്കും അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അതൊരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് മാത്രമാണ്. ഒരു ബ്രാൻഡിങ് അഥവാ ബ്രാൻഡ് എന്ന് പറയുന്നതിന് ലോഗോ ഒരു മുഖ്യ ഘടകമാണെങ്കിലും അതിനകത്ത് മറ്റു ഒരുപാട് പ്രോസസ്സുകൾ വരാനുണ്ട്. ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമാണ് ഒരു ബ്രാൻഡ് എന്ന ഒരു പദവിയിലേക്ക് നമുക്ക് ബിസിനസ്സിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതിനെ നമുക്ക് 3 രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് സ്കെയിലബിൾ ആയിട്ടുള്ളൊരു ടോണിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഒന്ന് ഇമോഷണൽ ആയിട്ടുള്ളൊരു വേയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഒന്ന് സ്ട്രാറ്റജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്രാൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ദെൻ ബ്രാൻഡിങ്ങിനെ ഇപ്പോൾ ബ്രാൻഡ് ബാസ്ക്കറ്റിന്റെ കാഴ്ചപ്പാടിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ബ്രാൻഡിങ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സ് എങ്ങനെ നമ്മളെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ്, ബിസിനസ്, സർവീസ് എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ടാകാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒരു ബ്രാൻഡായി എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ സ്കെയിലബിൾ ആയിട്ടുള്ള വേല് ബ്രാൻഡിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ ഒരു ഓപ്പറേഷൻ ടൂളാണ്. നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടാതെ നമ്മുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് സ്കെയിൽ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ആക്ച്വലി ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഓരോ ഇമോഷനിലും ഈ ഒരു വേർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ബ്രാൻഡിങ് എന്ന ആ ഒരു ലെവലിലേക്ക് ഒരു കമ്പനി പ്രോപ്പർ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരത് ഫേസ് ചെയ്യേണ്ടി വരിക? വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഇഗ്നോർ ചെയ്യുക തന്നെ ചെയ്യും. ഒരുപക്ഷെ നല്ല പ്രൊഡക്റ്റോ സർവീസോ ആണെങ്കിൽ പോലും. കാരണം ഇതിനകത്ത് ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ അല്ല ഈ ഒരു ബിസിനസ് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കസ്റ്റമേഴ്സിന് അത് അനലൈസ് ചെയ്യാനുള്ള ഒരുപാട് സോഴ്സുകളും അവൈലബിൾ ആണ്. ഇന്റർനാഷണൽ ലെവലുള്ള അതല്ലെങ്കിൽ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ബ്രാൻഡുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇനി വരുന്ന കാലത്ത് ഈ ഒരു രീതിയിലേക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റെപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുക തന്നെ ചെയ്യും. താങ്ക് യു വെരി മച്ച്. വളരെ ക്ലിയർ ആണിത്. ഇത് ഒരുപക്ഷെ പലർക്കും ഇത് ഉപകാരപ്പെട്ടേക്കാം. താങ്ക് യു.